ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ ഒടുവിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി അനുശോചന പുസ്തകത്തിൽ ഒപ്പിട്ടു. കേന്ദ്ര സർക്കാരിനു വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇറാൻ എംബസിയിലെത്തിയത്. PR അരവിന്ദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇറാൻ പരമോന്നത നേതാവിന്റെ വധവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ദുഃഖം രേഖപ്പെടുത്താൻ പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇന്ന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ എത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വധത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇറാൻ എംബസിയിൽ സജ്ജീകരിച്ചിരുന്ന പുസ്തകത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. പ്രധാനമായും അടുത്ത 3 ദിവസം ഇറാൻ എംബസിയിൽ ഇത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ ആ പുസ്തകം സജ്ജീകരിച്ചിരുന്നു. ഇതിൽ വിവിധ അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറി എത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നത്. കാരണം ഇറാൻ പരമോന്നത നേതാവിന്റെ വധവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തെ അപലപിക്കുവാനോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രതികരണത്തിനോ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെയാണ് നേരിട്ടെത്തി ഇപ്പോൾ ഈ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലിയുമായും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. നമുക്കറിയാം എന്ത് നിലപാട് കേന്ദ്ര സർക്കാർ ഇനി സ്വീകരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇറാൻ യുദ്ധക്കപ്പലിനടക്കം വലിയ രീതിയിൽ ആക്രമണം, ഇന്ത്യയിലെ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും ആദ്യമായാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ വധത്തിൽ ഇന്ത്യ ഒരു അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. ടെലിഫോൺ സംഭാഷണമാണ് നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ സംഭാഷണം എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.